അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിദ്യാർത്ഥികളെ സുഖമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ള ഭാഗം ബീഹു പറഞ്ഞ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബീഹു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഉത്സവമാണ്, ഒരു നാടിൻ്റെ ഉത്സവമാണ്, ആസാമിൻ്റെ ഉത്സവത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ, ബീഹു. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് എവിടെ നിന്നാണ്? इस त्यौहार को इस त्यौहार के पहले दिन सुबह सवेरे केरलियन जानवरों को नहला धुलाकर साफ सुथरा करते हैं, गायों के पैर धोते हैं, उनको सीकोन और गुहरों में तेल लगाते हैं, कभी कभी गायों को फूल से सजाई भी है। इन गायों को पास के तालाब या नदी पर ले जाते हैं, किसी ख़ास पेड़ की टहनी से धीरे धीरे उन जानवरों को मारते भी जाते हैं। पास के गोगले टुकड़े में बैगन गया और दूसरी सब्जियां रखकर उन गायों पर फेंकते जाते हैं, साथ में खेत भी गाते रहते हैं। ओके, इस त्यौहार के पहले दिन, इस त्यौहार के ഈ ആഘോഷത്തിൻ്റെ പഹലെ ദിൻ, ആദ്യത്തെ ദിവസം സുബ്ഹ് സവേരെ ഗറേലിയോ ജാൻവറോ എന്താണ്? വളർത്തു മൃഗങ്ങൾ. ഗറേലിയോ ജാൻവർ വളർത്തു മൃഗങ്ങൾ. ഗറേലിയോ ജാൻവറും വളർത്തു മൃഗങ്ങളെ നെഹ്ല ദുലാ വാഷ് വൃത്തിയാക്കുക, കുളിപ്പിക്കാൻ വേണ്ടി നെഹ്ല ദുലാക്കർ വൃത്തിയാക്കിയിട്ട് കുളിപ്പിച്ചിട്ട് സോഫ് സത്ര കർത്തേ ഹേ, വളരെയധികം വൃത്തിയായി തുടച്ച് വൃത്തിയാക്കുന്നു, കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കുന്നു. സോഫ് സത്ര ഉഷാറായിട്ട് വൃത്തിയാക്കുന്നു. ഗായോം പറഞ്ഞ ഗായ് ആരേ? ഈ മൃഗങ്ങൾ ഗായ് പശുക്കൾ. ഗായോം കെ പേർ, ഈ പശുക്കളുടെ പേരെന്നാൽ കാല് ദോത്തേ ഹൈ, കാലൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി, ദോനാനാൽ നല്ല കേയ്കുന്നു. ആരുടെ? ഈ മൃഗങ്ങളുടെ സീക്കോം പറഞ്ഞാൽ കൊമ്പുകൾ. അവർ ഗുഹറോൻ കുളമ്പാൾ. ഗുഹറോമേ, ഈ കൊമ്പിൻ്റെയും കുളമ്പിൻ്റെയും മേൽ തേൽ എണ്ണ ലഗാത്തേ ഹൈ, എണ്ണ തേക്കും. ലഗാന തേക്കുക, തേരുന്ന എണ്ണയൊക്കെ തേച്ച് നല്ല മിനുക്കി സാറാക്കിയിട്ടുണ്ടാവും. കബി ഗായോം കോ ഫൂലോൻ സെ, ചില ചില പശുക്കളെ ഫൂലോൻ സെ ഇത് പുഷ്പങ്ങൾ കൊണ്ട്, പൂ കൊണ്ട് സജായ ബി ഹൈ. സജായ പറഞ്ഞാൽ ഡെക്കറേറ്റ് പറഞ്ഞാൽ അലങ്കരിക്കുന്നു. പൂലൊക്കെ അതിന് കൊത്തുകൂടെയൊക്കെ പൂലൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ട് അലങ്കരിക്കുന്നു. ഓക്കെ, ഉൻ ഗായോം കെ പാസ് കെ താലാബ്, ഈ പശുക്കളുടെ
പാസ് അടുത്തുള്ള താലാബ് കുളം യാ നദി അല്ലെങ്കിൽ നദി പർ ലേ ജാത്തെ ഹൈ നദിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. ലേ ജാത്തെ ഹൈ കൊണ്ടുപോകുന്നു. കിസി ഖാസ് പേട് കിസി അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നദിയോ പോയ കുളമോ അതിലേക്കും കൊണ്ടുവന്നു. ഈ കൊണ്ടുപോകുമ്പോൾ തന്നെ കിസി ഖാസ് ഏതൊരു പ്രത്യേകപരമായിട്ടുള്ള പേട് മരത്തിൻ്റെ ടെഹ്നി എന്ന കൊമ്പ് ടെഹ്നീസെ കൊമ്പ് കൊണ്ട് ധീരെ ധീരെ മെല്ലെ ഉൻ ജാൻവറോं को मारते भी जाते മെല്ലെ ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്നു. അതായത് ഒരു പ്രത്യേകപരമായിട്ടുള്ള ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ കൊമ്പ് കൊണ്ട് ഇങ്ങനെ ആ മരം കൊണ്ട് മാത്രം അതിനെ അടിക്കാൻ പാടും. മെല്ലെ അടിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക. പാൻസ് ഗോകുലെ പാൻസ് പറഞ്ഞാൽ മുള ഗോകുല പറഞ്ഞാൽ നല്ല കുണ്ടുള്ള നല്ല ഗോകുലെ ടുക്കട നല്ല കുണ്ടുള്ള കൊട്ട നല്ല ഉള്ളുവാകളുള്ള കുണ്ടുള്ള കൊട്ട ഉണ്ടല്ലോ, നല്ല ആയുള്ള കൊട്ട. അങ്ങനത്തെ കൊട്ടകൾ കൊണ്ട് മുളയുടെ കൊട്ടകളുടെ മേൽ പേഗൻ പറഞ്ഞാൽ വൈദന ഗയറ കക്കരി और दूसरी सब्जियाँ रखकर അതായത് വേറെയുള്ള സബ്സിയാൻ പച്ചക്കറികളൊക്കെ രക്കർ വെച്ചിട്ട് അപ്പോൾ വൈദന കക്കരി കുറേ സാധനങ്ങൾ ഈ കൊട്ടയിൽ വെച്ചിട്ട് ഉൻ ഗായവും പർ ഇതിങ്ങനെ നടന്നുകൊണ്ടുപോലെ അതിൻ്റെ അടിയിൽ ഈ കൊട്ടയിൽ നിന്ന് ഇങ്ങനെ ഈ ഗായവും പർ ഈ ഗായേറെ ഈ മൃഗങ്ങളുടെ മേൽ പേങ്ക്തേ ഹൈ എറിയുക പേങ്ക്തേ ജാത്തേ ഹൈ അങ്ങനെ മൃഗങ്ങളങ്ങനെ ഈ പച്ചക്കറികൾ കൊണ്ടൊക്കെ എറിയും. साथ में खेत भी गाय रहते हैं. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ കൊണ്ടുപോകുന്ന അടിയിൽ തന്നെ കേത്ത് എന്നതാണ് പാടത്ത് നിന്ന് അവിടുന്ന് ഗായ രഹത്തെ തിന്നുകയും ചെയ്യും ഭക്ഷിക്കുകയും ചെയ്യും. त्यौहार के दूसरे दिन सब त्यौहार के ഉത്സവത്തിൻ്റെ दूसरे दिन വേറെ ദിവസം സബ് എല്ലാവരും दूसरे से मिलते हैं सब एक दूसरे से मिलते हैं എല്ലാവരും എല്ലാവരും എല്ലാ ഓരോരുത്തരെയും दूसरे से मिलते എല്ലാവരെയും കണ്ടുമുട്ടുന്നു दोस्तों और കൂട്ടുകാരെയും അവർ റിശ്तेदारों കുടുംബക്കാരെയൊക്കെ മുലാഖാത്ത് കർണേ അവരൊക്കെ കണ്ടുമുട്ടുന്നു. ഉൻകെ ഗർ ജാത്തെ ഹൈ അവരുടെ വീടുകളിലൊക്കെ പോകുന്നു. അപ്പോൾ വേറെ ദിവസം എല്ലാവരുടെ വീടുകളിലും എല്ലാവരും കണ്ടുമുട്ടി മുലാഖാത്തൊക്കെ നടത്തുന്നു. ഇസ് മൗക്കെ പർ ഈ മുലാഖാത്ത് ഈ അവരവരുടെ വീടുകളിലൊക്കെ പോയി കാണുന്ന സമയത്ത് ഹാസ് തൊറഹ്ക്കി കാനെ നല്ല പ്രത്യേകപരമായിട്ടുള്ള പ്രത്യേകപരമായിട്ടുള്ള കാനെ ഭക്ഷണം പീനെ കുടിച്ചാനും ഒക്കെയുള്ള ഭക്ഷണം ഇന്തിദാമോ തയ്യാറാക്കുന്നു. വളരെയധികം സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആ ദിവസം തയ്യാറാക്കുന്നു. സിയാദ തൊറഹ് കൂടുതലായിട്ടും ചോട അവില് दोही പറഞ്ഞാൽ തൈര് और മിഠായികൾ കിലാനാക്ക റിവാജ് പറഞ്ഞാൽ ആചാരമാണ്. അതൊക്കെയാണ് ഈ ഔലി തൈര് മിഠായി ഇതൊക്കെ തീറ്റിപ്പിക്കുകയുടെ അതാണ് ആചാരം. റുമാൽ ടവല് और गमछा मुंड और गमछा भी तोहफा के तौर पर दिया जाता है. तोहफा ഈ സമ്മാനമായിട്ട് സമ്മാനമായിട്ട് ദിയാ ജാത്ത ഹെ നൽകുന്നു. അതായത് ടവല് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ മുണ്ട് ഇതൊക്കെയാണ് സമ്മാനമായിട്ട് ആ ദിവസം കൊടുക്കുക. ആപ്പസ് കി മുഹബ്ബത്ത് അതായത് ഇത് നമ്മുടെ ഇടയിലുള്ള മുഹബ്ബത്ത് അവർ മിൽജുൽ നമ്മൾ കൂടിക്കലരുന്നു നമ്മുടെ ബന്ധത്തിൻ്റെ മേലേക്കുള്ള സോഹിർ കത്ത ഇത് അതിനുള്ള അത് വെളിവാക്കാൻ വേണ്ടിയാണ് ഈ സമ്മാനങ്ങളൊക്കെ നൽകുന്നത്. കൂട്ടുകാടുകൾ പോലെ വീടുകൾ സന്ദർശിക്കുന്നതും സമ്മാനങ്ങൾ നൽകുന്നതും ഈ മുണ്ട് തവ്വൽ നൽകുന്നതൊക്കെ നമ്മളുടെ അടിയിലുള്ള മുഹബ്ബത്തിനെ തെളിയിക്കാൻ വേണ്ടിയാണ്. സോഹിർ കർത്ത മുഹബ്ബത്തിനെ വെളിവാക്കാൻ വേണ്ടിയാണ്. ബച്ചെ കുട്ടികൾ इस दिन तोहफे पाकर बहुत खुश होता है. ഈ ദിവസം കുട്ടികൾക്ക് ഇത് കിട്ടിയിട്ട് സമ്മാനം കിട്ടിയിട്ട് വളരെയധികം സന്തോഷകരമായിരിക്കും. तोहफों के लेन दिन को बिहुआन कहते हैं. ഈ തോഹഫ സമ്മാനം
ദേൻ കോ ലേൻ ദേൻ, അതായത് കൊടുക്കലും വാങ്ങലും, സമ്മാനം കൊടുക്കലും വാങ്ങലുമുള്ള ഈ ദിവസത്തിന് ബിഹുവാൻ കഹത്തെ ഹൈ, ബിഹുവാൻ എന്ന് ഈ ദിവസത്തിൻ്റെ പേര് പറയപ്പെടുന്നു. ബിഹുവാൻ എന്നാണ് ഈ ദിവസത്തിൻ്റെ പേര് പറയപ്പെടുക. ബിഹു കെ തീസരെ ദിൻ, ബിഹുവിൻ്റെ 3-ാം ദിവസം മദ്ഹബി ജൽസി ഹോത്താ ഹെ, മദ്ഹബി കൾച്ചറൽ ജൽസ. എന്താണ് ജൽസ? മജ്ലിസ്, കൾച്ചറൽ മജ്ലിസ്. മദ്ഹബിൽ കൾച്ചറൽ ജൽസ ഹോത്താ ഹെ, നല്ലൊരു മജ്ലിസ്, നല്ലൊരു വയൽ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ഉസ്കെ ബാദ്, ഇതിൻ്റെ ശേഷം സാത്തോം ദിൻ, 7 ദിവസം സാത് തൊറഹക്കി, 7 തരത്തിലുള്ള സബ്സിയാൻ പച്ചക്കറികൾ ബനായ ജാത്ത ഹെ. ഈ 7ാമത്തെ ദിവസം എല്ലാവരും 7 ഇനങ്ങളുള്ള പച്ചക്കറികൾ കൂടിയിട്ടുള്ള ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. സബ് മിൽ ചുൽക്കർ, എല്ലാ 7 പച്ചക്കറികളും മിൽ ചുൽക്കർ കൂട്ടിക്കലർത്തിയിട്ട് കാത്തെ ഹൈ, എന്താവുന്നു? ഭക്ഷിക്കുന്നു. ഉസേ ഹാത്ത് സാക്ക്, ഈ സംഭവത്തിന് ഹാത്ത് സാക്ക് എന്ന് പറയപ്പെടുന്നു. കഹാ ജാത്ത ഹെ, ഹാത്ത് സാക്ക് എന്ന് പറയപ്പെടുന്നു. ബിഹു കെ മൗക്കെ പർ, ബിഹുവിൻ്റെ ഈ സംഭവത്തിന്മേൽ കഹി തൊറ കേൽബി ഹോത്ത, ഈ ബിഹുവിൻ്റെ ഈ ബിഹു ഉത്സവത്തിൽ കഹി തൊറ, പലതരത്തിലുള്ള കേൽബി ഹോത്തെ ഹൈ, കളികളും നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള കളികളും നടക്കുന്നുണ്ട്. ഏക് ഐസ കേൽബി ഹെ, ഒരു കളി ഇങ്ങനെയുമുണ്ട്. ജിസ്മെ, എങ്ങനെയുള്ള കളിയാണ്? ജിസ്മെ, ഇതിൽ 2 ആദ്മി ഹിസ്സ ലേത്തെ ഹെ, 2 ആളുകൾ 2 ഭാഗത്ത് നിൽക്കുന്നു. ദോനോങ്കി ഹാത്മെ, 2 ആളുടെ കൈകളിലും ഊണ്ടേ ഹോത്തെ ഹൈ, എന്ത്? ചാട്ടവേറുണ്ടാവും. അവർ ദോനോൻ, 2 പേർ മേക്ക് ദൂസരോ പർ വാർ കർത്തെ, ഒരാൾ മറ്റൊരാളുടെ പേരിൽ യുദ്ധം ചെയ്യുന്നു. അതായത് നമ്മളെ അങ്കി കൊണ്ടുള്ള കളിയൊക്കെ ഉണ്ടാവും. കുറച്ച് ജനങ്ങൾ കബഡിയും മറ്റേ കളി കബഡി, അവർ കേന്ദ് കേൽത്തെ ഹൈ, കേന്ദ്രൽ ബാൾ, പന്തുകൊണ്ടുള്ളൊരു കളിയും കളിക്കുന്നു. ഔറത്ത് പെണ്ണുങ്ങൾ ജിയാദ കൂടുതലായിട്ടും കൊടിയോൻ സേ കേൽത്തെ, വളകൾ കൊണ്ടാണ് വളകൾ കൊണ്ടുള്ളൊരു കളിയെ കളിക്കുക. ഗാവോൻ കി ജവാൻ, അത് നാട്ടിലുള്ള യുവാക്കൾ. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, ചെറിയൊരു പായ്വുണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് ദോനോൻ ഹിസ്സ ലേത്തെ ഹെ, അതായത് ഏക് ഐസ കേൽബി ഹെ, ഇങ്ങനത്തെ കളിയുണ്ട്. ജിസ്മെ 2 ആദ്മി 2 ആളുകൾ ഹിസ്സ ലേത്തെ ഹൈ, 2 ആളുകൾ 2 സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു, 2 ഭാഗത്ത് നിൽക്കുന്നു. ദോനോൻ കി ഹാത്മെ, 2 ആളുടെ കയ്യിലും ഊണ്ടുന്നില്ല. അണ്ടേ ഹോത്തേ ഹെ, അണ്ട എന്നാൽ മുട, 2 മുടകൾ, ഓലെ കയ്യിലൊക്കെ മുടകൾ ഉണ്ടാവും കേട്ടോ. ഊണ്ടുന്നെല്ലാം മാറി തന്നെ വായിച്ചത് മാറിയാണ്. അണ്ടേ ഹോത്തേ ഹെ, അവരുടെ കയ്യിൽ എന്തുണ്ടാവും? മുടകളുണ്ടാവും. അവർ ദോനോ 2 പേരും ഏക് ദൂസരം പർ, 2 ആളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാർ കർത്തേ ഹെ, യുദ്ധം ചെയ്യുന്നു. അതായത് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്നു, വാർ കളിച്ച്. ഔറത്തെ ജിയാദത്തർ ഗോഡിയൻ സെ കേൽത്തെ ഹെ, എന്തോട്ട് കളിക്കുക? വളകളൊക്കെ കളിക്കുക. ഗാവോൻ കെ ജവാൻ, ഗ്രാമത്തിലുള്ള യോദ്ധാക്കളുടെ യുവാക്കൾ, അവർ അദ്ദേഡ് ഉമർ, പൗതി വയസ്സായ ആളുകൾ, അതായത് ഒരു 40-42 വയസ്സായ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഓല് ജനങ്ങൾ ജുണ്ട് ബനാക്കർ എന്നാൽ ഒരു കൂട്ടം അതായത് കൂട്ടമുണ്ടാക്കിയിട്ട് ആങ്കന്മാരുടെ മുറ്റത്ത് നാജത്തെ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. അതായത് ഒരു കൂട്ടം കൂടി മുറ്റത്തിൽ ഒരു കൂട്ടം കൂടി കണ്ട് ഒരു പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്നു. അസൽ നാച്ചിനെ നാച്ചിനെ ശരിക്ക് പാട്ട് പാടുന്ന ആള് ബീച്ച് മേ ഹോത്തായ സെൻറ്ററിലേക്കാണ്. അതായത് നല്ല പാട്ട് പാടുന്ന ആള് സെൻറ്ററിലായിരിക്കും. ജിസ്കെ ചാറോം തൊറഫ് ദൂസരെ നാച്ചിനെ വാല ഹോത്ത ഹെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാറോം തൊറഫ്, ഈ നല്ല പാട്ട് പാടുന്ന ആളുടെ 4 ഭാഗത്തും ദൂസരെ ആളുകൾ നാച്ചിനെ വാല ഹോത്ത ഹെ, നല്ല ചാടി കളിക്കണ ഡാൻസ് കളിക്കുന്ന ആളുകളും ഉണ്ടാകും.
बीहू का मौके पर മേള ബി ലഗ്താ ഹെ. ബീഹുവിൻ്റെ ബീഹു ഉത്സവം എന്ന് പറഞ്ഞാൽ മേളയുടെ പോലെ മേള നമ്മളിടില്ലേ മേള ഉത്സവം മേളൻ്റെ മാരിക്കാണ് ഉണ്ടാവുക. മുഖ്തലിഫ് ഇലാക്കോമേ വ്യത്യസ്തപരമായിട്ടുള്ള ജനങ്ങളിൽ ഇസ് മേളയ്ക്ക് അലഗ് അലഗ് നാം ഹോത്താ ഹെ. ഈ മേളകൾക്ക് വേറെ ഓരോരോ നാടുകളിൽ ഓരോരോ പേരുകളായിരിക്കും. അലഗ് അലഗ് വ്യത്യസ്തപരമായിട്ടുള്ള പേരുകളായിരിക്കും. ബീഹു ആസാം കെ ഏക് ഐസാ തഹ്വാർ ഹെ. ബീഹു ആസാമിൻ്റെ ഇങ്ങനത്തെ ഒരു തഹ്വാറാണ്. ജോ ഷഹർ ഔർ ഗാവോം ദോനോ മേ ഹൂബ് ധൂം അതായത് പട്ടണങ്ങളും ഗാവങ്ങളിലൊക്കെ ഹൂബ് ധൂം നല്ല ആവേശകരമായിട്ടുള്ള ഉത്സവമായിട്ട് മനായ ജാത്ത ഹെ കൊണ്ട് നടക്കുന്ന ഇതാണ് ബീഹു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായി പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ക്ലാസ്സിലേക്ക് ഇതിൻ്റെ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.